എന്താ ചെയ്യുക? ഒരു പാട്ട് കേട്ടില്ല, എന്താ പറയുക, എന്താ ഇപ്പം ചെയ്യുക, കൃപ എന്നല്ലാതെ. അതാപ്പം അവസ്ഥ. ഒന്നും ചെയ്യാനില്ല. ചെയ്യേണ്ടവരൊക്കെ വരും, ചെയ്യും, പോകും. പീഡിപ്പിക്കേണ്ടവരൊക്കെ വരും, പീഡിപ്പിക്കും, പോകും. പൈസ കൊടുക്കും, അവർ രക്ഷപ്പെടും. അപ്പം നമ്മളെന്താ ചെയ്യുക? സൂക്ഷിക്കുക, അല്ലാണ്ട് ഒന്നും ചെയ്യാനില്ല. ഇപ്പോഴത്തെ കാലത്ത് സൂക്ഷിക്കുക. അല്ലെങ്കിൽ നല്ല കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ ക്യാഷ് ഇങ്ങനെ വെക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ കിടന്നുറങ്ങുക. അപ്പോൾ വേണ്ടപ്പം അഡ്വക്കേറ്റിനും ജഡ്ജിക്കും പൊളിറ്റീഷ്യന്മാർക്കും പോലീസുകാർക്കൊക്കെ കാശ് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വട്ടം ചുറ്റുക. എന്നിട്ട് കുറച്ച് കഴിയുമ്പം നമ്മളെ നീതിന്യായ വ്യവസ്ഥിതി പറയും, നിങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ ശുദ്ധനാണ്, നിങ്ങൾ പരിശുദ്ധനാണ്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പൊക്കോ, ഭാര്യയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോളാൻ പറയും. ഇൻ കേസ് അത് പറഞ്ഞില്ലെങ്കിൽ ജയിലിലുള്ള സമയത്ത് നല്ല മുണുക്കാന്ന് പറഞ്ഞ ഫുഡ് വരും. നമ്മൾ മുണുക്കാന്ന് പറഞ്ഞ് അവർ തിന്നും. നല്ല തടിയൊക്കെ വെച്ച് കുണ്ടൂസാണ്. ഞാനൊക്കെ കഷ്ടപ്പെട്ട് സ്മൂത്തിയും പ്രോട്ടീൻ പൗഡറും ഷേക്കൊക്കെ കുടിക്കുക തടി വെക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാച്ചാൽ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുക? ആരെങ്കിലും പോയിട്ട് പീഡിപ്പിക്കുക, എന്നിട്ട് കോടതി പോവുക, ജയിലിൽ പോവുക, കുറേ മിണുങ്ങാൻ തിന്നുക, കുറച്ച് സുഖജീവിതം ജീവിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തിട്ട് വരിക, കുറച്ച് പൈസ കൊടുക്കുക, എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുക. എന്നിട്ട് വീട്ടിൽ പോവുക, ഭാര്യനെയും മക്കളെയും കെട്ടിപ്പിടിച്ച് ജീവിക്കുക. എന്താ നമ്മളൊക്കെ ചെയ്യുക അല്ലേ? ഒന്നില്ലെങ്കിൽ പെണ്ണായിട്ട് ജനിക്കരുത്, അല്ലേ വെച്ചാൽ എന്താ ചെയ്യുക? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല, വീട്ടിലുള്ളവരും പീഡിപ്പിക്കണ്ടല്ലോ. എന്താ ചെയ്യുക? പേടിക്കന്നെ. എന്ത് ചെയ്യും? ആരുടെ അടുത്ത് പോവും? ഒരാളുടെ അടുത്തും പോകാനില്ല.